Green engineering. What is green engineering? It is design, commercialization, and use of process and products that are feasible and economical. ഓക്കെ, അപ്പം നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രോസസ്സും പ്രൊഡക്ട്സ് ഒക്കെ ഫീസിബിൾ ആൻഡ് ഇക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റിസ്ക് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ്, ജനറേഷൻ ഓഫ് പൊല്യൂഷൻ അറ്റ് സോഴ്സസ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് നമ്മളത് ഹ്യൂമൻ ഹെൽത്തിനാണ് ഒരു ഗ്രീൻ എഞ്ചിനീയറിംഗിൽ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, then the 12 principle of green engineering. Green engineering നമ്മൾ ഫോളോ ചെയ്യേണ്ട 12 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് designers need to strive to ensure that all materials and energy inputs and outputs are as inherently non-hazardous as possible. ഇപ്പം എന്ത് ചെയ്യണം, ഒരു ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, എന്തോ ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്തോ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസൈനേഴ്സ് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താ, അതിൽ ഇൻപുട്സിനും ഔട്ട്പുട്ടായിട്ട് എടുക്കുന്ന മെറ്റീരിയൽ, ഇൻപുട്ടായിട്ടുള്ളതും ഔട്ട്പുട്ടായിട്ടുള്ള മെറ്റീരിയൽസും എന്തായിരിക്കണം, നോൺ ഹസാർഡസ് മെറ്റീരിയൽസ് ആയിരിക്കണം. നമുക്ക് പറ്റുന്ന അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യണം, നോൺ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Then second principle, it is better to prevent waste than to treat or clean up waste after it is formed. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ലെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും അല്ലെ. നമുക്കൊന്ന് അത് ആ രീതിയിലാണെങ്കിലും നമുക്ക് ഇവിടെയും പറയാൻ വേണമെങ്കിൽ അല്ലെ, ആദ്യം തന്നെ നമുക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മളൊരു വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ പ്രിവെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് പിന്നീട് ആ വേസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെ. വേസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞ് അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമ്മൾ ആദ്യം തന്നെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. വേസ്റ്റ് വരാതെ പ്രിവെന്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, വേസ്റ്റ് ഫോം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക, വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിവെന്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഫോംഡ്. വേസ്റ്റ് ഫോം ചെയ്ത് ക്ലീൻ അപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഏതൊരു മെത്തേഡ് ഫോളോ ചെയ്യുക, വേസ്റ്റ് വരാതെ തടയുന്ന ഒരു രീതിയിലുള്ള മെത്തേഡ് ഫോളോ ചെയ്യണം. ഓക്കെ, then principle 3, separation and purification operations should be a component of the design framework. ഒരു എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിലെ ഒരു ഫ്രെയിംവർക്കിൽ നമ്മൾ എന്തായിട്ട് മസ്റ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കമ്പണന്റ് ആണ് ഇത് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻസ്. സെപ്പറേഷൻ, അത് മെറ്റീരിയൽ സെപ്പറേഷൻ ആയാലും മെറ്റീരിയൽ പ്യൂരിഫിക്കേഷൻ ആയാലും അതെന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിന്റെ ഒരു കമ്പണന്റ് ആയിട്ട്, ഒരു മസ്റ്റ് ആയിട്ട് കമ്പണന്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഒരു ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം. അതാണ് തേർഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. Then principle 4, system components should be designed to maximize mass, energy and temporal efficiency. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റം മാനേജ് ചെയ്യുന്ന സമയത്ത്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി എഫിഷ്യൻസി ഒക്കെ മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനർജി എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമൈസ് ദ മാസ്, എനർജി ആൻഡ് ടെമ്പറൽ എഫിഷ്യൻസി. ടെമ്പറൽ ആയിട്ടുള്ള എഫിഷ്യൻസിയും എനർജി എഫിഷ്യൻസി ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ. Then fifth principle, system components should be output pulled rather than input pushed through the use of energy and materials. അതായത് ലേഷാലിയസ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ലേഷാലിയസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ, if a system in equilibrium is subjected to a stress, the equilibrium will shift in the direction which tends to relieve that stress. അതായത് ഒരു സിസ്റ്റം, ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന് നമ്മളൊരു സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ആ സ്ട്രെസ് കൊടുത്തിട്ടുള്ളത്, ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്, അതേ ഡയറക്ഷനിലേക്കായിരിക്കും അതിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അതാണ് ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ പറയുന്നത്. System components should be output pulled rather than input pushed through the use of energy and input and materials. അപ്പോൾ അത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുള്ളതാണ് ആ ലേഷാലിയസ് പ്രിൻസിപ്പിൾ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. സിസ്റ്റം കമ്പോണൻസ് ഷുഡ് ബി ഔട്ട്പുട്ട് പുൾഡ് rather than input pushed through the use of energy and materials. Okay. Then sixth principle, embedded entropy and complexity must be viewed as an investment
when making design choices on recycle, reuse, or beneficial disposition. Okay. Embedded in entropy and complexity must be viewed as an investment. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്തായിട്ട് എൻട്രോപ്പി കോംപ്ലക്സിറ്റി അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒരു ഒരു എന്താ ചെയ്യുക, അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് എൻട്രോപ്പിയും കോംപ്ലക്സിറ്റി അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. എന്തിനു വേണ്ടിയിട്ടാണ്? റീസൈക്കിൾ ചെയ്ത് നമ്മൾ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. Then seventh principle പറയുന്നത് ടാർഗറ്റഡ് ഡ്യൂറബിലിറ്റി നോട്ട് ഇമോർട്ടാലിറ്റി ഷുഡ് ബി എ ഡിസൈൻ ഗോൾ. അത് ഡ്യൂറബിലിറ്റിയും മോർട്ടാലിറ്റി എന്ന് പറയുന്നതും അതിന്റെ ഒരു ഡിസൈൻ ഗോളായിട്ട് ഒരു സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈൻ ഗോളായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. Then eighth principle, while product ageability and product flexibility can be desirable, the cost in terms of materials and energy for unusable capacity and capacity can be high. While product ageability and product flexibility can be desirable, the cost in terms of materials and energy for unusable capacity and capability can be high. അല്ലെ, പ്രൊഡക്റ്റിന്റെ ഏജിബിലിറ്റിയും പ്രൊഡക്റ്റ് ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഡിസൈറബിൾ ആകുന്ന സമയത്ത് മെറ്റീരിയൽ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കണം, നമുക്ക് ഹൈ ആയിരിക്കണം അല്ലെ. അതിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. Then there is also a tendency to design for the worst case scenario such that the same product or process can be utilized regardless of spatial or temporal conditions. Okay. അപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടാകും അല്ലെ, ഡിസൈൻ ചെയ്യുന്ന ഒരു വേസ്റ്റ് ആയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും. സിനാരിയോ സച്ച് ദാറ്റ് ദ സെയിം പ്രൊഡക്റ്റ് ഓർ പ്രോസസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് റിഗാർഡ്ലെസ് ഓർ സ്പേഷ്യൽ ഓർ ടെമ്പറൽ കണ്ടീഷൻസ്. നമ്മൾ സ്പേഷ്യൽ കണ്ടീഷൻസും ടെമ്പറൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് കണ്ടീഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഗോൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. അതായിരിക്കണം എയ്ത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ നയൻത് പ്രിൻസിപ്പിൾ, മൾട്ടി കമ്പണന്റ് പ്രൊഡക്ട്സ് ഷുഡ് ബി സ്ട്രൈവ് ഫോർ മെറ്റീരിയൽസ് യൂണിഫിക്കേഷൻ ടു പ്രൊമോട്ട് disassembly and value retention. മൾട്ടി കമ്പണന്റ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ വിവിധ തരം പ്രൊഡക്ട്സ് അല്ലെ, നമ്മൾ ഒരു യൂണിഫിക്കേഷൻ വേണ്ടിയിട്ട്, ഒരു സിസ്റ്റം യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഡില് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി കമ്പണന്റ് പ്രൊഡക്ട്സ് ഷുഡ് ബി സ്ട്രൈവ് ഫോർ മെറ്റീരിയൽ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് മൾട്ടി കമ്പണന്റ് പ്രൊഡക്ട്സ് സ്ട്രൈവ് ചെയ്യുക എന്നുള്ളത്. അതായത് മിനിമൈസ് മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യണം, അതിന് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള വേറൊരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക അല്ലെ. ഒരു മെറ്റീരിയൽ നമുക്ക് അവൈലബിലിറ്റി കുറവാണെങ്കിൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള വേറൊരു മെറ്റീരിയൽ നമ്മൾ കണ്ടുവെക്കുക എന്നുള്ളത്, അതാണ് മീൻ ചെയ്തത്. Then 10th principle എന്ന് പറയുന്നത് design of processes and system must include integration and interconnectivity with available energy and materials flows. അതായത് ഒരു സിസ്റ്റം നമ്മൾ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർകണക്ടിവിറ്റി അല്ലെ, ഇന്റർകണക്ടിവിറ്റി ഒക്കെ ഉണ്ടാക്കണം. അതൊക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെ, മൊത്തം ഒന്ന് സം ചെയ്യാനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം ഒന്ന് ക്രോഡീകരിക്കാനൊക്കെ അതിന്റെ രീതിയിലുള്ള ഒരു ഡിസൈൻ ഓഫ് പ്രോസസ് ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലെ. ഇപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എല്ലാ കമ്പണൻസ് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യാന്നുള്ളത്. ഓക്കെ. ദെൻ പ്രിൻസിപ്പിൾ 11, performance metrics include designing for performance in commercial afterlife. Performance metrics include designing for performance in commercial afterlife. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ചൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ തന്നെ ആ ഒരു മെറ്റീരിയൽസിന്റെ ആഫ്റ്റർ ലൈഫ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡീകമ്പോസ് ചെയ്യാനുള്ള അതിന്റെ ആഫ്റ്റർ ലൈഫ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആഫ്റ്റർ ലൈഫ്, ആ ഒരു മെറ്റീരിയലിൽ ആഫ്റ്റർ ലൈഫ് അതിന്റെ ഒരു എഫിഷ്യൻസി കുറയുന്ന സമയത്തും അതൊരു ഭൂമിക്ക് ഒരു ഭാരമാകാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. Then principle 12, design should be based on renewable and readily available inputs. നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലുള്ള എനർജീസ് ആയിക്കോട്ടെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജീസിന്റെ ബേസിലായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അവൈലബിൾ ഇൻപുട്സ് ആയിരിക്കണം. പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട എനർജി എന്നൊക്കെ പറയുന്നത് റിന്യൂവബിൾ അല്ലെങ്കിൽ
എക്സോസ്റ്റബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ട്രഡീഷണൽ പ്രോസസ്സസ് വേഴ്സസ് ഗ്രീനർ പ്രോസസ്സസ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു എഞ്ചിനീയറിംഗ് പ്രോസസ്സ് അല്ലെ, ഒരു ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇപ്പോഴത്തെ ഗ്രീൻ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ട്രഡീഷണൽ ആയിട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസും എനർജിയും കൂടെ പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം അല്ലെ. പ്രൊഡക്റ്റ് ഉണ്ടാകും, ആ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന്റെ കൂടെ തന്നെ നമുക്കൊരു പൊല്യൂഷൻ ഉണ്ടാകും അല്ലെ. നമുക്ക് സാധാരണയായിട്ടൊരു ബിൽഡിങ്ങിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് അതൊക്കെ നമ്മൾ പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൂടെ ധാരാളമായിട്ടുള്ള വേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് അല്ലെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ഗ്രീനർ പ്രോസസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മോഡിഫൈഡ് കെമിക്കൽ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. സാധാരണ കെമിക്കൽ പ്രോസസ്സിന് പകരം അവിടെ എന്ത് ചെയ്യും, മോഡിഫൈഡ് കെമിക്കൽ പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഡക്ട്സ് കിട്ടും. ആ പ്രൊഡക്ട്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പൊല്യൂഷൻ എന്ത് ചെയ്യും, ആ പൊല്യൂഷൻ അല്ലെങ്കിൽ ആ വേസ്റ്റ് എന്ത് ചെയ്യണം, പിന്നെയും റീസൈക്കിൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, പിന്നെയും റീസൈക്കിൾ ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമാക്കിയിട്ട് പിന്നെ നമുക്ക് അതൊരു മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ ഗ്രീനർ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഗ്രീൻ എഞ്ചിനീയറിംഗിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എന്താ കൂടുതലായിട്ടും മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ വേസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വേസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് പ്രോസസ്സ് നമുക്ക് എങ്ങനെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനാണ് ഗ്രീനർ പ്രോസസ്സ് അല്ലെങ്കിൽ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രസന്റ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്, ഇപ്പോൾ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് അല്ലെ, ഒരു എഞ്ചിനീയറിംഗ് മെത്തഡോളജിയിലുള്ള ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നമുക്ക് പല രീതിയിലുള്ള എഞ്ചിനീയറിംഗ് അല്ലെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പം നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലായിട്ടുണ്ട് അല്ലേ. ഇപ്പം മൊബൈൽ ഫോണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വയർലെസ് റേഡിയേഷൻസ് കൂടി വരികയാണ്. ദെൻ ഹസാർഡസ് എയർ പൊല്യൂഷൻസ് അല്ലെ, ഫാക്ടറീസിൽ നിന്നൊക്കെ ഉള്ള എയർ പൊല്യൂഷൻസ് ഒക്കെ കൂടുതലായിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹീറ്റ് റേഡിയേഷൻസ് ഫ്രം ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെ, ഇലക്ട്രോണിക് ഡിവൈസസ് പലതരത്തിലുള്ള എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും കൂടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഹീറ്റ് റേഡിയേഷൻസും ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഹീറ്റ് റേഡിയേഷൻസ് അതിന്റെ ഒരു ഇതാ കാണിച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് കാണിക്കുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ് അല്ലെ, എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സോളിഡ് വേസ്റ്റ് കൂടി വരികയാണ് അല്ലെ. ഇതൊക്കെയാണ് ഇപ്പം പ്രസന്റ് ആയിട്ട് നമ്മൾ എഞ്ചിനീയറിംഗിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസ്. ദെൻ ഹൗ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്, നമുക്ക് എങ്ങനെ ഒരു ഗ്രീൻ എഞ്ചിനീയറിംഗ് അച്ചീവ് ചെയ്യാന്നുള്ളത്. യൂസിങ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് ഗ്രീൻ ടെക്നോളജി, എന്ത് ചെയ്യണം, ഗ്രീൻ ടെക്നോളജി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി നമ്മൾ യൂസ് ചെയ്യാം. ദെൻ റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ്, 3R കൺസെപ്റ്റ് ഫോളോ ചെയ്യാന്നുള്ളത്. ഓക്കെ, ദെൻ ഗ്രീൻ ഫ്യൂച്ചർ, നമ്മളൊരു പുറത്ത് നമുക്ക് പിന്നീട് വരും കാലങ്ങളിൽ നമുക്കൊരു ഗ്രീൻ ഫ്യൂച്ചർ. ബൈ 2020 യൂറോപ്യൻ കൺട്രീസ് ഹോപ്സ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ 20% വൈൽ ഇൻക്രീസിംഗ് റിലയൻസ് ഓൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ബൈ 20%. ഇപ്പോൾ യൂറോപ്പ് 2020 ആകുമ്പോഴേക്കും, അതായത് ഈ ഒരു വർഷക്കാലയളവിൽ തന്നെ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ അവരുടെ ഒരു ഗ്രീൻ ഹൗസ് എമിഷൻസ് എത്ര വരെയായിട്ട് കുറയ്ക്കുന്ന പറയുന്നത് 20% കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എനർജി എഫിഷ്യൻസി, അതായത് റിന്യൂവബിൾ എനർജി കൊണ്ടുള്ള ആ ഉപയോഗം എന്ത് ചെയ്യുന്നുണ്ട്, അവർ 20% ആയിട്ട് ഉയർത്താനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എങ്ങനെ എമിഷൻ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, with the zero carbon emissions, this technology will uncertainly help in overall reduction of CO2 emissions. അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിനെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊരു ഗ്രീൻ എഞ്ചിനീയറിംഗ് ആണെന്ന് പറയാം. ആ ഒരു ഡിസൈൻ അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രീൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ ആണെന്ന് പറയാം. പിന്നെ സോളാർ എറേസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ, നമുക്ക് പല രീതിയിലുള്ള ഇത് പഠിച്ചു. നമ്മൾ ഗ്രീൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പല മെത്തഡോളജീസ് പഠിച്ചു. നമുക്ക് പല റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി, സോളാർ എനർജി യൂസ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെന്ത് ചെയ്യാം, ബൈസൈക്കിൾസ് അല്ലെ, ഇതുപോലുള്ള ഫ്യൂവൽ ബേൺ ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് എയർ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന ട്രാൻസ്പോർട്ടേഷൻസ് പകരം നമുക്ക് ഇതുപോലുള്ള സൈക്കിൾസും ബൈസൈക്കിൾസും പിന്നെ അല്ലെ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലെറ്റ് us go green together. നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഒരു ഗ്രീൻ വേൾഡിന് വേണ്ടി, ഒരു സസ്റ്റൈനബിൾ വേൾഡിന് വേണ്ടി.
അല്ലെ. അപ്പൊ നമ്മൾ ഇനി ഡിസൈൻ ചെയ്തെടുക്കുക. ഇപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളിപ്പോൾ ഇത് പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇനിയിപ്പം ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെ. ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് അത് മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മുടെ ഒരു എൻവയോൺമെന്റിന് അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പാടില്ല. എൻവയോൺമെന്റിന് ഇമ്പാക്ട് ഉണ്ടാക്കാതെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്ത് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അതിനാണ് നമ്മൾ എന്ത് പറയാ, ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഇതാ പറയുന്നത്. അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസും ആണ് പറഞ്ഞിട്ടുള്ളത്. 12 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. 12 പ്രിൻസിപ്പിൾസ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യേണ്ടത്, നമ്മൾ ഇൻപുട്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നതും എന്തായിരിക്കാൻ പാടില്ല, ഒരു ഹസാർഡസ് ആയിട്ടില്ല, ഒരു പോയിസൺ ആയിട്ടില്ല, അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽസ് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്, നമ്മൾ എനർജി സോഴ്സസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നമുക്കുള്ള എനർജിയുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെ, കൂടുതൽ എമൗണ്ട് ഓഫ് എനർജി യൂസ് ചെയ്യുന്നതിന് പകരം ഉള്ള എനർജീസിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഗ്രീൻ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുന്നത്. ലേഷാലേസ് പ്രിൻസിപ്പിൾ ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സസ്റ്റൈനബിൾ അർബനൈസേഷൻ ആണ് കേട്ടോ. സസ്റ്റൈനബിൾ അർബനൈസേഷൻ. അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ, നഗരവൽക്കരണം അല്ലെ, നഗരവൽക്കരണം, അതാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ വേൾഡിൽ എല്ലാം കൺട്രി സൈഡ്, അതായത് റൂറൽ ഏരിയാസ് ഒക്കെ ഒരു സിറ്റി ആയിട്ട് അല്ലെങ്കിൽ അർബൻ ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ബിൽഡിങ്സ് ഒക്കെ വന്നിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇമ്പാക്ട്, എൻവയോൺമെന്റിന് ഒരു ഇമ്പാക്ട് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ എല്ലാ സാഹചര്യങ്ങളും നല്ല രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു അർബനൈസേഷൻ നമുക്ക് ചെയ്യാന്നുള്ളതാണ് സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ഡു പീപ്പിൾ മൂവ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്? എന്തുകൊണ്ടാണ് റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയാസിലേക്ക് പീപ്പിൾ മൂവ് ചെയ്യുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാ? പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് അല്ലെ. The world is in becoming more urban with more and more people moving from rural areas to urban areas. അല്ലെ, കുറെ ആളുകൾ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് പലായനം ചെയ്യുന്നു അല്ലെ, മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ, മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The reason why people move from rural areas to urban areas can be classified into two. First one is push factors and second one is pull factors. Okay, so റൂറൽ ഏരിയയിൽ നിന്നും ആളുകൾ അർബൻ ഏരിയയിലേക്ക് പലായനം ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പുഷ് ഫാക്ടേഴ്സ്. പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് the negative reason that encourage people to leave rural areas. അതായത് പുഷ് ചെയ്യുക, തള്ളപ്പെടുക. എന്തുകൊണ്ട്? പിന്നെ എന്തെങ്കിലും റൂറൽ ഏരിയാസിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇമ്പാക്ട് കൊണ്ട് അവിടെ ഓവർകം സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരാൾ നിർബന്ധിതമാക്കപ്പെട്ടിട്ട് അർബൻ ഏരിയയിലേക്ക് പോകുന്ന അത്തരം കാരണങ്ങൾ, അത്തരം ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയാ, പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വൈൽ പുൾ ഫാക്ടേഴ്സ് ആർ ഫാക്ടേഴ്സ് that is positive reason that attract people to urban areas. പുഷ് ഫാക്ടേഴ്സ് മാത്രമല്ല, പുൾ ഫാക്ടേഴ്സ് ഉണ്ട്. പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ, അർബൻ ഏരിയസിലേക്ക് പീപ്പിളിനെ അല്ലെ ആകർഷിക്കുന്ന തരത്തിൽ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് അർബൻ ഏരിയസിലേക്ക് റൂറൽ ഏരിയയിലുള്ള ആളുകളെ എന്തെങ്കിലും കാരണങ്ങൾ അട്രാക്ട് ചെയ്തിട്ട് അവർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അത്തരം റീസൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് ആൾക്കാരെ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത്. പുഷ് ഫാക്ടേഴ്സും പുൾ ഫാക്ടേഴ്സും. പുൾ ഫാക്ടേഴ്സും. പുഷ് ഫാക്ടേഴ്സ് മീൻസ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാരണങ്ങൾക്ക് റീസൺസ് കൊണ്ട്, അതായത് റൂറൽ ഏരിയയിൽ നിന്നും അവിടെ നിൽക്കാൻ പറ്റാതെ എന്ത് ചെയ്യും,
അർബൻ ഏരിയയിലേക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ. അങ്ങനെ അത്തരം കാരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ അല്ലെ, പല കാരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പൊ റൂറൽ ഏരിയാസിലെ അല്ലെ ജോലി സാധ്യതകൾ കുറവായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യാം, അർബൻ ഏരിയാസിലേക്ക് പലായനം ചെയ്യാം. അതൊരു പുഷ് ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. പുൾ ഫാക്ടർ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫീച്ചേഴ്സും ഉണ്ട്. അർബൻ ഏരിയസിൽ അട്രാക്റ്റീവ് ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ ഒരാള് അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെ, അതാണ് പുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയാം, കൂടുതൽ ജോലി സാധ്യത ഉള്ളത് അല്ലെ, കൂടുതൽ ജോലി സാധ്യത, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളതുകൊണ്ട് നഗരത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളതുകൊണ്ട് ഒരാൾ അട്രാക്റ്റഡ് ആയിട്ട് നഗരത്തിലേക്ക് ചേക്കേറാൻ ഇടയുണ്ട്. അത്തരം കാരണങ്ങളെ നമ്മൾ പുൾ ഫാക്ടേഴ്സ് എന്നും പറയും. ഓക്കെ. However, many challenges such as congestion, lack of funds to provide basic services, shortage of adequate housing, poverty, deteriorating environment, etc. do exist in cities along with opportunities. അല്ലെ, അപ്പം സിറ്റീസിലാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്. നമുക്ക് കൺജഷൻ ഒരു അല്ലെ തിങ്ങിപ്പാർന്ന് നിൽക്കുന്നത്, പിന്നെ ലാക്ക് ഓഫ് ഫണ്ട്സ് ടു പ്രൊവൈഡ് ബേസിക് സർവീസസ്. നമ്മളൊരു ബേസിക് സർവീസ് ഇത് ചെയ്യാൻ തന്നെ പല അല്ലെ ഒരു ചെറിയൊരു കാര്യങ്ങൾക്ക് തന്നെ വളരെയധികം ഫണ്ട് ആവശ്യമായിട്ട് വരും അല്ലെ. എന്നാൽ പോലും അവിടെ എന്തുണ്ടെന്നാ പറയുന്നത്, സിറ്റീസിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഷോർട്ടേജ് ഓഫ് ആഡക്വേറ്റ് ഹൗസിങ്, പോവർട്ടി, ഇതൊക്കെ നമ്മുടെ സിറ്റീസിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ സിറ്റീസിന് വേറെ ഗുണം എന്ന് പറയുന്നത് എന്താ, do exist in cities along with opportunities, better opportunities, job opportunities and better transportation facilities and education, hospital facilities, etc. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരാള് സിറ്റിയിലേക്ക് അല്ലെങ്കിൽ അർബൻ ഏരിയയിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോകാനിടയുണ്ട്. This necessitates the policy makers to develop an integrated strategy for making cities thriving centers of sustainable development and innovation. It is somehow surprising that it is only recently that cities and urbanization process started to look at through the sustainability lens അല്ലെ. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു ജസ്റ്റ് ഒരു അർബനൈസേഷൻ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു സസ്റ്റൈനബിൾ സിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിൽ, ആ ഒരു ലെൻസിലൂടെ നമ്മൾ ഇതുവരെ നമ്മുടെ അർബനൈസേഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഇടയ്ക്കാണ് അല്ലെ, ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അർബൻ ഏരിയാസിനെ സസ്റ്റൈനബിൾ ആയിട്ട് മാറ്റുന്നത്. Thus, the evolution of the concept of urban sustainability is based on 4 pillars, namely economic development, social development, environmental management and effective urban governance. അല്ലെ, 4 pillars ആണ് സസ്റ്റൈനബിലിറ്റി, അർബൻ സസ്റ്റൈനബിലിറ്റിക്ക് ഉള്ളത് അല്ലെ. നമ്മൾ ഇതുവരെ പഠിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനായാലും സസ്റ്റൈനബിലിറ്റി കലകളിലൊക്കെ 3 പില്ലേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാ? എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ പില്ലേഴ്സ്. പക്ഷെ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു പില്ലറും കൂടി ഉണ്ട്. ഏതാത്? അർബൻ ഗവേണൻസ്. ഒരു അഡക്വേറ്റ് ആയിട്ടുള്ള, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗവേണൻസ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് അർബൻ സസ്റ്റൈനബിലിറ്റിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. Okay. The table given below illustrates the push factors and pull factors which leads to migration. Migration lead ചെയ്യുന്ന push factors ഉം pull factors ഉം ഏതൊക്കെയാന്ന് നോക്കാം. എക്കണോമിക്കൽ ആയിട്ടുള്ള അല്ലെ push factors ഏതൊക്കെയാ? No job, no money, less choices, lots of choices. ഇതൊക്കെയാണ് lots of choices ഇപ്പോഴത്തെ കോളത്തിൽ വരുന്നതാണ് കേട്ടോ. നോ ജോബ് അല്ലെ, എക്കണോമിക്കൽ ആയിട്ടുള്ള പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജോബ് ഇല്ലാത്തത് കൊണ്ട്, മണി ഇല്ലാത്തത് കൊണ്ട്, ചോയ്സസ് കുറവായതുകൊണ്ടൊക്കെ ഒരാള് എക്കണോമിക്കലായിട്ട് അർബൻ ഏരിയസിലേക്ക് പലായനം ചെയ്യാം. സോഷ്യൽ എന്ന് പറയുന്നത് പുവർ എഡ്യൂക്കേഷൻ, പുവർ ഹെൽത്ത് കെയർ, അൺഎംപ്ലോയ്മെന്റ്, നോ സോഷ്യൽ സെക്യൂരിറ്റി, ഇതൊക്കെ കൊണ്ട് തന്നെ ഒരാള് അർബൻ ഏരിയാസിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം വെതർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പൊല്യൂഷൻ അല്ലെ. നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ആയിരിക്കും, കൂടുതലായിട്ടുള്ള തണുപ്പ്, കൂടുതലായിട്ട് മഴക്കാലം, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാൻ കൂടുതലായിട്ടുള്ള ചാൻസ്, ഫ്ലഡ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് അല്ലെ റൂറൽ ഏരിയാസിലൊക്കെ കൂടുതലായിട്ട് വരുന്നത്. പൊല്യൂഷൻസും കൂടുതലായിട്ട് കണ്ടുവരുന്നത് റൂറൽ ഏരിയാസിലെ. ദെൻ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് വാർ, തിറനിക്കൽ, കറപ്ഷൻസ്. ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പുഷ് ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ പുൾ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ആയിട്ടുള്ള പുൾ ഫാക്ടേഴ്സ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാ? മോർ ജോബ്സ്, ഗുഡ് മണി, ലോ പ്രൈസ് അല്ലെ. മോർ ജോബ്സ് കൂടുതലായിട്ടുള്ള, പിന്നെ ലോട്ട്സ് ഓഫ് ചോയ്സസ്,
കൂടുതലായിട്ടുള്ള അവസരങ്ങൾ, ഇതൊക്കെ പുൾ ഫാക്ടേഴ്സ് ആയിട്ട് പറയാം. ദെൻ ഗുഡ് എഡ്യൂക്കേഷൻ, ഗുഡ് ഹെൽത്ത് കെയർ, ഗുഡ് ഫെസിലിറ്റീസ്, ഇതൊക്കെ പുൾ ഫാക്ടേഴ്സ് ആണല്ലേ. വിച്ച് ലീഡ്സ് ടു മൈഗ്രേഷൻ, മൈഗ്രേഷനെ ലീഡ് ചെയ്യുന്ന ഫുൾ ഫാക്ടേഴ്സ് ആയിട്ട്, സോഷ്യൽ ആയിട്ടുള്ള ഫുൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഗുഡ് എഡ്യൂക്കേഷൻ അല്ലെ, ഗുഡ് ഹെൽത്ത് കെയർ, ഗുഡ് ഫെസിലിറ്റീസ്. ദെൻ എൻവയോൺമെന്റൽ ഫുൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫൈൻ വെദർ, ലോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, നൈസ് എൻവയോൺമെന്റ് ആൻഡ് ക്ലീൻ വാട്ടർ. ദെൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തൊക്കെയായിരിക്കും കാരണങ്ങളായിരിക്കും ഒരാൾ ഫുൾ ഫാക്ടേഴ്സ് ഒരാളെ അട്രാക്ട് ചെയ്യുന്നത്, അർബൻ ഏരിയസിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്? ഗുഡ് ഗവൺമെന്റ് ആൻഡ് ലെസ് കറപ്ഷൻസ് അല്ലെ, ലെസ് കറപ്ഷൻ, അഴിമതി കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഗുഡ് ഗവൺമെന്റ് ആണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും? അർബൻ ഏരിയയിൽ നിന്നും റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് അട്രാക്റ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഫുൾ ഫാക്ടറാണ്. ഓക്കെ. Then the following principles have to practice to develop an integrated strategy for making existing urban areas thriving centers of sustainable development and innovation. Okay. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഒരു സസ്റ്റൈനബിൾ അർബനൈസേഷൻ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ട് വിച്ച് എൻ്റർ ഇൻ ടു പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഇൻ അർബൻ ഏരിയാസ് അല്ലെ. മിനിമൈസേഷൻ ഓഫ് മെറ്റീരിയൽ ഇൻപുട്ട് മിനിമൈസ് ചെയ്യാം. മാക്സിമൈസേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീയൂസ്ഡ് ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഇൻ അർബൻ ഏരിയാസ് അല്ലെ. നമ്മൾ റീയൂസ് ആയിട്ടും റീസൈക്കിൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് മെറ്റീരിയൽസ് ഒക്കെ നമ്മളത് മാക്സിമൈസ് ചെയ്യാം. Then minimization of pollution and waste discharge from urban areas into nature അല്ലെ. വേസ്റ്റ് ഡിസ്ചാർജ് കുറയ്ക്കുക, അത് മിനിമൈസ് ചെയ്യാനുള്ളത്. ഇത്രയും പോളിസീസ് ആണ് അല്ലെങ്കിൽ ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു സസ്റ്റൈനബിൾ അർബൻ ഏരിയ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ മെഷേഴ്സ് ടു ബി practiced for making existing urban areas move towards the goal of sustainable urbanization. അപ്പോൾ എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റാവുന്നത് ഒരു അർബൻ ഏരിയാസിലേക്ക് സസ്റ്റൈനബിൾ അർബൻ ഏരിയ ഡിസൈൻ ചെയ്യുമ്പോൾ? സാധാരണ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അർബനൈസേഷൻ ഫോമിൽ നിന്നും സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റാന്നുള്ളത്. ഓക്കെ. ഇൻഡസ്ട്രീസ് should switch to clean and renewable energies as possible, thus managing the existing source in more efficient manner അല്ലെ. നമുക്ക് ഇപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇപ്പൊ എന്തൊക്കെയാണ് സോഴ്സസ് ആണോ ഉള്ളത് അത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. Appropriate development of the existing basic urban infrastructure to provide water, sanitation and housing for urban റെസിഡൻസ് അല്ലെ. ഇപ്പൊ നിലവിലുള്ളത് നമുക്ക് കൂടുതലായിട്ടുള്ള അല്ലെ ഹൈജീനിക് ആയിട്ടുള്ള വാട്ടർ ഒന്നും ഒരു അർബൻ ഏരിയയിൽ നമുക്ക് പോയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള സാനിറ്റേഷൻ ഒക്കെ വളരെ പൂർ ആയിട്ടുള്ള സാനിറ്റേഷൻ ഒക്കെയാണ് അല്ലെ. ശുചിത്വമൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യുക. അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റ്, അതിനൊക്കെ ഒരു അപ്രോപ്രിയേറ്റ് ഉള്ള ഒരു ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സസ്റ്റൈനബിൾ അർബനൈസേഷൻ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. Then proper design or planning measures from the local government should be implemented to contain the urban sprawl, thus moving towards the path of sustainability. അപ്പോൾ നമ്മളൊരു സസ്റ്റൈനബിലിറ്റി ആ പാത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, ഒരു അല്ലെ കറപ്ഷൻസ് ഒക്കെ കുറവായിട്ടുള്ള ഒരു ഗവൺമെന്റ് അത് പ്ലാൻ ചെയ്യുക. അതിനെ സെറ്റ് ചെയ്തെടുക്കുന്നതിൽ നമുക്കൊരു നല്ലൊരു പ്ലാനിങ് വേണം. Then monitoring and improving air quality in built environment at cities അല്ലെ. എയർ ക്വാളിറ്റി, ഒരു ബിൽറ്റ് എൻവയോൺമെന്റിലെ എയർ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യാം, പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു മെഷർ. Then the integration of 4 pillars അല്ലെ. പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞ 4 പില്ലേഴ്സ് ഉണ്ട് അല്ലെ. ഈ ഒരു സസ്റ്റൈനബിൾ അർബനൈസേഷൻ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 4 പില്ലേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക്, സോഷ്യൽ, എൻവയോൺമെന്റൽ ആൻഡ് അർബൻ എഫക്റ്റീവ് അർബൻ ഗവർണൻസ്. ഈ 4ഉം ഒരുമിച്ച് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ പറയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. Then energy efficient and low carbon buildings in the construction sectors make cities to reduce the carbon emissions. Carbon emissions കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? energy efficient and low carbon buildings in the construction sectors make cities to reduce the carbon emissions. Carbon emissions കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫിഷ്യന്റ് ആയിട്ടുള്ള ലോ കാർബൺ ബിൽഡിങ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കുറവ് മാത്രം പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള
അത്തരത്തിലുള്ള ഒരു ഡിസൈൻ നമ്മൾ ഫോളോ ചെയ്യാം. Then improved infrastructure between rural areas and urban area increases rural productivity and enhances rural residents access to education, healthcare, etc. ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മളൊരു അർബനൈസേഷൻ ഒരു അർബൻ ഡിസൈൻ ചെയ്തെടുക്കുന്ന സമയത്ത്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള അർബനൈസേഷൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ഓരോ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സ്കൂൾസ് ആയാലും കോളേജസ് ആയാലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആയാലും അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് മാത്രം നമുക്കത് പെട്ടെന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്യാം. എന്തുകൊണ്ടാ, നമ്മൾ കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറച്ച് മാത്രം യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്യൂവൽ ബേണിംഗ് കുറവായിരിക്കും അല്ലെ. അതുവഴി നമുക്ക് എയർ പൊല്യൂഷൻസും ഫ്യൂവലിന്റെ എന്താ കൂടുതലായിട്ടുള്ള കൺസംഷൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണം. ഓക്കെ, സ്മാർട്ട് എനർജി ജനറേഷൻ സച്ച് ആസ് ടാപ്പിംഗ് ദ മാക്സിമൈസ്, ഇത് നമ്മൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. Smart energy generation such as tapping the maximum amount of renewable energy sources and putting a control over the utilization of conventional energy sources. അപ്പോൾ കൺവെൻഷണൽ എനർജി സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് മാത്രം ചെയ്യുക. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എനർജി യൂസ് ചെയ്യുന്നത് മാക്സിമം ഏത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, റിന്യൂവബിൾ എനർജി സോഴ്സസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. At the social level, concern from the urban majority should be given prior attention. അപ്പോൾ സോഷ്യൽ ലെവലിലായിരിക്കണം നമ്മൾ കൂടുതലായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ടത്. അതായത് ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്തിനൊക്കെ നമ്മൾ കൂടുതലായിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കണം. ദെൻ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിക്വയർഡ് അല്ലെ. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അർബനൈസേഷൻ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാ, ഹ്യൂമൻ ഹെൽത്തിനല്ല പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെ. നമ്മൾ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ നഗര ബിൽഡിങ്സിനും മറ്റുമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബോഷപ്പിനാണ്, അതൊരു മൊത്തം അതിന്റെ ഒരു മോഡേൺ കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമാണ് നമ്മൾ അതിന്റെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെ. ഹ്യൂമൻ ഹെൽത്ത് അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അവിടുത്തെ എംപ്ലോയീസിനായാലും അത് ബിൽഡ് ചെയ്യുന്ന എംപ്ലോയീസിനായാലും അവിടെ താമസിക്കുന്ന ഒക്യുപ്പൻസിനായാലും അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാഴ്ചയിലുള്ള ഭംഗി അല്ലെങ്കിൽ നമ്മൾ മുതൽ മുടക്ക് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുക്കുക. അപ്പൊ അതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അർബനൈസേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലുള്ള ഹ്യൂമൻ ഹെൽത്തിന് വേണ്ട നമ്മൾ കൂടുതലായിട്ട് മജോറിറ്റി നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. Okay, and huge investment is required to attain the goal of urban sustainability, as investment in the is the catalyst required for the same. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. Then city transport has to be planned properly അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സിറ്റി ട്രാൻസ്പോർട്ടേഷൻ കോമൺ ആയിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അല്ലെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കണം. അത് വേണ്ടിയിട്ട് കാർബൺ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോരുത്തരും പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ഫ്യൂൾ ബേണിംഗിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ഒക്കെ കൂടുതലായിട്ട് പുറത്തേക്ക് വരും അല്ലെ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടും അവിടെ ഫ്യൂൽ ബേണിംഗ്സും പിന്നെ കൂടാതെ നമുക്ക് ഇതുപോലുള്ള എയർ പൊല്യൂഷൻ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. Then practice of sustainable water harvesting and management. വാട്ടർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊമോട്ടഡ്. നമ്മൾ സാനിറ്റേഷന്റെ ഭാഗമായിട്ട് ഒരു വാട്ടർ എന്ത് ചെയ്യണം, വാട്ടർ ഇസ് പ്രഷ്യസ് ആയിട്ടുള്ള ഈ വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ആയിട്ട് മാനേജ് ചെയ്യണം, കൺട്രോളബിൾ ആയിരിക്കണം നമുക്ക് അല്ലെ. നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊമോട്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. Then robust engineering for sustainable cities in developing countries that cuts across environmental and social boundaries. ബാക്കി കുറച്ചും കൂടി ഉണ്ട്, നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇത്തരം മെഷേഴ്സ് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ഒരു അർബനൈസേഷൻ സസ്റ്റൈനബിൾ അർബനൈസേഷനിൽ നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത് മാത്രം. കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് എനർജി എഫിഷ്യൻസി, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലെസ് എമിഷൻ ചെയ്യുന്ന രീതിയിലുള്ള റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്യുക എന്നുള്ളത്, പിന്നെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നെ ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്, കറപ്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഗവൺമെന്റ് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അത്തരം കാര്യങ്ങളൊക്കെ
ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന മെഷേഴ്സ്. പിന്നെ സാനിറ്റേഷൻ ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊമോട്ടഡ്. വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, കൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ.